ഹലോ നമസ്കാരം, എല്ലാവർക്കും ജോസ് വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ രണ്ട് പോത്തുംകുട്ടികളോട് എടുത്തു കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ കയ്യിൽ 6 പോത്തുംകുട്ടികളായി. ഇപ്രാവശ്യം നമ്മൾ ദൈവം സഹായിച്ച് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ 8 10 അതായത് ഒരു 10 ലക്ഷം രൂപയുടെ റേഞ്ചിൽ വിറ്റുവരവ് ഉദ്ദേശിക്കുന്നത്. 8 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയിൽ വിറ്റുവരവ്, എല്ലാ ചിലവും ഉൾപ്പെടെ വിറ്റുവരവ് ഉദ്ദേശിക്കുന്ന ഒരു രീതിയിലാണ് നമ്മൾ ഈ പ്രാവശ്യത്തെ പോത്ത് കൃഷി ആസൂത്രണം ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ ഇതടക്കം 4 ഉണ്ടായിരുന്നു. 2 കൂടി ആകുമ്പോൾ 6 ഇന്ന് മൊത്തം തൃശ്ശൂർ ചന്തയിൽ നിന്ന് 11 പോത്തുകൾ നമ്മൾ എടുത്തു കേട്ടോ. അതിൽ വീഡിയോകൾ ഇപ്പോൾ ചന്തയിലത്ത് എടുക്കാൻ അധികം പറ്റിയില്ല. വേറെ ഒന്നല്ല, അസാധ്യ മഴയായിരുന്നു. അസാധ്യ മഴ എന്ന് പറഞ്ഞാൽ അസാധ്യ മഴയായിരുന്നു. മൊബൈലൊന്നും പുറത്തേക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ 2 എടുത്തു. സുരേന്ദ്രേട്ടൻ്റെ ഒരെണ്ണമാണ് കയറ്റണം കേട്ടോ. ഏകദേശം ഒരു 180 കിലോൻ്റെ റേഞ്ചിൽ നല്ല ഉയരമുള്ള പോത്തുംകുട്ടിയാണ്. 180 കിലോൻ്റെ റേഞ്ചിൽ ലൈവ് തൂക്കമുള്ള പോത്തുംകുട്ടി 28,500 വില വന്നേക്കണേ. 28,500 എന്ന് പറയുമ്പോൾ എല്ലാം കൂടിയിട്ട് നമുക്ക് ഇവിടെ എത്തുമ്പോൾ 28 രൂപ 28.5 രൂപ. നല്ല പോത്തുംകുട്ടിയാണ് കേട്ടോ. വർഗ്ഗം കൊണ്ടും ഉണ്ട്, നല്ല ക്വാളിറ്റിയുള്ള പോത്തുംകുട്ടിയാണ്. അതായത് നല്ല അസാധ്യ പോത്തുംകുട്ടിയിട്ട് ഏകദേശം ഒരു 10-300 കിലോ ലൈവ് വെയിറ്റ് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാൻ പറ്റിയ നല്ലൊരു ഹരിയാന ക്രോസ് ബ്രീഡുള്ള ഒരു പോത്തുംകുട്ടി എന്ന് പറയാം. നല്ല മൂറ ക്രോസ് പോത്തുംകുട്ടി പക്ക. അതായത് അവനെ തല പൊന്തിച്ച് നിൽക്കുന്നുണ്ടോ, ആ ഓട്ടോറിക്ഷയുടെ മേലേക്കാണ്, അവൻ്റെ കമ്പിയുടെ മേലേക്കാണ് അവൻ്റെ തല നിൽക്കുന്നത് കേട്ടോ. 55 രൂപയാണ് പറഞ്ഞ കച്ചവടക്കാരൻ വാങ്ങിച്ച് കിട്ടിയിട്ടുള്ളതാണ്. ഒരു 35 രൂപ റേഞ്ചിൽ നമ്മളൊക്കെ എടുക്കുകയാണെങ്കിൽ, കച്ചവടക്കാരനായ കാരണം ചിലപ്പോൾ ഒരു 35 രൂപ റേഞ്ചിൽ കിട്ടിയിട്ടുണ്ടാവാം. പക്ഷെ നമ്മളൊക്കെ എടുക്കാൻ ചെല്ലുകയാണെങ്കിൽ 40 രൂപ റേഞ്ചിൽ പറയും അവർ. പക്ഷേ അവരെന്നോട് പറഞ്ഞ 55 രൂപയാണ് ശരിയെന്ന് പറഞ്ഞാൽ ആദ്യം വാങ്ങിച്ച് കിട്ടി അവിടെ നിന്ന് മറക്കാനുള്ളതാണ്. ദേ നിൽക്കണം നമ്മളെടുത്ത 2 പോത്തുംകുട്ടികൾ കേട്ടോ. ഒട്ടും മോശമല്ല. ഏകദേശം ഒരു 230 കിലോൻ്റെ റേഞ്ചിൽ ലൈവ് വെയിറ്റ് തീർച്ചയായിട്ടും ഉണ്ടാവും. നമുക്ക് 70 രൂപയുടെ താഴെയായിട്ട് നമുക്ക് വീട്ടിലെത്തി. ഏകദേശം 35 രൂപ വന്നിട്ടില്ല ഒരു പോത്തുംകുട്ടിക്ക്. 230 കിലോ കൂടുതലുണ്ടാവില്ല, കുറവുണ്ടാവില്ല, കൂടുതലുണ്ടാവുള്ളൂ കേട്ടോ. നല്ല കാൽപ്പൊക്കം, നല്ല നീട്ടുള്ള പോത്തുംകുട്ടികളാണ്. ഈ ആഴ്ച ചന്തയിൽ നല്ല അടിപൊളിയായിരുന്നു. വിലയും കൊണ്ടും നല്ല പാകം ഉണ്ടായിരുന്നു. സന്തോഷേട്ടയിൽ ഇഷ്ടപ്രകാരം പോത്തുംകുട്ടികളുണ്ടായിരുന്നു. സന്തോഷേട്ടൻ വലിയ കടുംപിടുത്തം ഉണ്ടായിരുന്നില്ല. തൃശ്ശൂർ ചന്ത സത്യം പറയുകയാണെങ്കിൽ വന്നവരൊക്കെ ഹാപ്പി ആയിരുന്നു. വില കൊണ്ട് അത്യാവശ്യം തിരക്കേട്ടില്ലാത്ത വില കുറവിൽ. ഞാനിപ്പോൾ ഈ വലിയ പെരുന്നാൾ കഴിഞ്ഞിട്ടും വലിയ പെരുന്നാളിന് മുപ്പാടും തന്നെ ചന്തയിൽ കയറിയപ്പോൾ എന്താ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുക്കാൻ പറ്റിയിരുന്നില്ല. പക്ഷേ പാകത്തിന് ഉണ്ടായിരുന്നു. നമ്മുടെ വേറൊരാൾ 3 വാങ്ങിച്ചു, 2 വാങ്ങിച്ചു. സുരേന്ദ്രേട്ടന് ഞാൻ 3 വാങ്ങിച്ചു. അപ്പോൾ 5 ആയില്ലേ. 11 കേട്ടോ, 13. വേറൊരു ടീം നമ്മൾ മാള സൈഡിലേക്ക് 8 എടുത്തു. അങ്ങനെ മൊത്തം 13 പോത്തുംകുട്ടികളാണ് വാങ്ങിച്ചത്. ആ 8 മറ്റേ 5 നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. നല്ല അത് ആദ്യമേ തന്നെ വാങ്ങിച്ച് സെറ്റാക്കിയതിന് ശേഷമാണ് നമ്മൾ പിന്നെ നമ്മുടെ അടുത്ത് ഇത് കേട്ടോ സുരേന്ദ്രേട്ടൻ എടുത്ത. ലേശം സുരേന്ദ്രേട്ടൻ്റെ പോത്തുംകുട്ടി തൂക്കം കൊണ്ടും ഹൈറ്റ് കൊണ്ടും നീട്ടം കൊണ്ടൊക്കെ ലേശം കുറവുണ്ടെങ്കിലും വർഗ്ഗം കൊണ്ട് ലേശം ക്വാളിറ്റി ഉണ്ട്. ലേശം ഒരു പൊടിക്ക് നമ്മുടെ പോത്തുകളെ അപേക്ഷിച്ച് ഒരു പൊടിക്ക് ചെറുതാണ്. പക്ഷേ എന്താ പറയുക, വർഗ്ഗം കൊണ്ട്, അതായത് ബ്രീഡ് ക്വാളിറ്റി കൊണ്ടുണ്ട്. നമ്മുടെ പോത്തുംകുട്ടി ഇതേ നിൽക്കണു. ഇത് ഈ ഫസ്റ്റ് നിൽക്കുന്ന ആ ചെമ്പൻ കളറുള്ള പോത്തുംകുട്ടി 41 രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുള്ള പോത്തുംകുട്ടിയുണ്ട്. അവൻ ലേശം ഇറച്ചി കൊണ്ടുണ്ട്. നമ്മുടെ പോത്തുംകുട്ടിയുടെ സെയിം കാറ്റഗറി തന്നെ. പക്ഷേ അവൻ ലേശം കൂടി ബാക്ക് കൊണ്ട് ഒരു പൊടിക്ക്. പക്ഷേ അതൊക്കെ സ്റ്റാർട്ടിങ്ങിൽ വാങ്ങിച്ച് കെട്ടി. നമ്മൾ ലാസ്റ്റിലാണ് വാങ്ങിച്ച് കെട്ടിയത്. അത് വില കൂടുതലെന്ന് പറഞ്ഞാൽ അതിൻ്റേതായ ഒരു ലേശം തൂക്കത്തിലും ലേശം വർഗ്ഗം കൊണ്ടൊക്കെ ലേശം പൊടിക്ക് മാറ്റങ്ങളുണ്ട്. നമ്മുടെ പോത്തുംകുട്ടി 2 വന്ന് പാടത്ത് ഒരു 2 ദിവസം കഷ്ടി, അതായത് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും തിന്നപ്പോൾ തന്നെ അത്യാവശ്യം മാറ്റം വന്നു കേട്ടോ. ഈ ബാക്കിൻ്റെ എല്ലപ്പും കാര്യങ്ങളൊക്കെ നല്ല മാറ്റം വന്നു. പിന്നെ കൊണ്ടുവരുമ്പോൾ എല്ലാം തന്നെയായിരുന്നു കേട്ടോ. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കയറ് അമർത്തി വലിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ വീണ് ചത്തുപോകും. അതായത് അത്രയും ക്ഷീണമായിരുന്നു. പക്ഷേ വെള്ളിയും ശനിയും കഴിഞ്ഞ് വെള്ളിയാഴ്ചത്തെ തീറ്റയും അത്യാവശ്യം പച്ചവെള്ളമൊക്കെ കുടിച്ച് കൈത്തീറ്റകൾ എടുത്തു തുടങ്ങിയിട്ടില്ല. വൈക്കോലും ലേശം കായത്തോലും ലേശം പുല്ലൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ആരോഗ്യമൊക്കെ വെച്ചു. ഇപ്പോൾ അത്യാവശ്യം നമ്മളെ പിടിച്ചു വലിക്കാനുള്ള ഒരു ആരോഗ്യമൊക്കെ ചെറുതായിട്ട് വന്നു. 4-5 ദിവസത്തെ പട്ടിണി ഉണ്ടായിരുന്നു. നല്ല മാതിരി പച്ചപ്പുല്ല് തിന്നു കേട്ടോ പാടത്തേക്ക് ഇറക്കിയപ്പോഴും. ഇതേട്ടോ അതിൽ വലത്ത് വശത്ത് നിൽക്കുന്നതാണ് സുരേന്ദ്രേട്ടൻ്റെ പോത്ത്. നമ്മുടെ പോത്ത് കണ്ടോ, ഒരു സ്വല്പം ഹൈറ്റ് കൊണ്ടും ലെങ്ത് കൊണ്ടും ഉണ്ട്. പക്ഷേ കാലകരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാലിൻ്റെ ആ ഭാഗം, ആ കാലിൻ്റെ ആ തൊടഭാഗം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. നമ്മുടെ പോത്തും കുട്ടികൾ
നമുക്ക് ഏകദേശം നമ്മുടെ ഒരു പോത്തുംകുട്ടി സുരേന്ദ്രൻ്റെ പോത്തുംകുട്ടീനെ അപേക്ഷിച്ച് ഒരു 3-4 രൂപയുടെ ഡിഫറൻസ് ഉണ്ട്. പക്ഷേ അതിനുള്ള വലിപ്പവും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മളത് സെലക്ട് ചെയ്തെടുത്തത്. ആൾക്ക് ചെറുത് എന്ന് പറഞ്ഞു, നമ്മൾ വലുതാണ് ഉദ്ദേശിച്ചത്. ഞാൻ മുപ്പാടെ പറഞ്ഞിരുന്നല്ലോ, നമ്മളിനി ലേശം വലിപ്പമുള്ള പോത്തുംകുട്ടികളാണ് എടുക്കാന്നുള്ളത്. ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് എടുക്കാൻ വേണ്ടി പോയതല്ലേ. അതേ കണ്ടോ, ഒന്ന് ശ്രദ്ധിച്ച് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, നമ്മുടെ പോത്തുംകുട്ടി ഒരു പൊടിക്ക് വലിപ്പമാണ്. അപ്പോൾ സുരേന്ദ്രൻ്റെ അവിടെ ഇറക്കാൻ പോവാണ്. അത് സുരേന്ദ്രൻ്റെ പോത്തുംകുട്ടി ഇങ്ങനെ ലേശം ആള് ഇവിടെ ചാണ്ടോ ഹെഡ് കൊണ്ടൊക്കെ ലേശം വർഗം കൊണ്ടുണ്ട് കേട്ടോ. അത് ഞാൻ പറഞ്ഞ പോത്തുംകുട്ടി മോശമല്ല. ചിലർക്ക് നമ്മുടെ പോത്തുംകുട്ടി നമുക്ക് ഹെഡ് മോശം എന്നല്ല കേട്ടോ. പക്ഷേ ഇവൻ ഒരു ഫാമിൽ നിന്ന് എടുക്കുന്ന പോത്തുംകുട്ടിയുടെ ഒരു കറക്റ്റ് ഒരു റേഞ്ച് ഉണ്ട്. മേലൊക്കെ ലേശം തൊലിയെ പോയിട്ടുള്ളൂ കേട്ടോ. അതൊക്കെ വണ്ടിയിൽ കയറി നിന്നിട്ടായിട്ടുള്ളതാണ്. അതൊന്നും ഒരു വിഷയമല്ല. പക്ഷെ കണ്ടോ, തലയുടെ മുഴപ്പും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം മേത്ത് പരിക്കുണ്ട് ആളുടെ. പക്ഷേ ശരിക്കും ഒരു ഫാം കുട്ടിയുടെ ചെറിയൊരു സെറ്റപ്പ് ഉണ്ട്. നമ്മുടെ പോത്തുംകുട്ടിയെ നമ്മളെ അപേക്ഷിച്ച് നമുക്കൊരു നമ്മുടെ പോത്തുംകുട്ടി നല്ലത് പൊട്ട, സുരേന്ദ്രൻ്റെ പോത്തുംകുട്ടി മോശം, അങ്ങനെയൊന്നും അല്ല. സുരേന്ദ്രൻ്റെ പോത്തുംകുട്ടി നല്ലത്, നമ്മുടെ മോശം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും അല്ല. ഓരോ പോത്തുംകുട്ടികൾ നമ്മുടെ കയ്യിൻ്റെ എല്ലാ വിരലും ഓരോ വരല്ലോ, ഓരോന്നിനും ഓരോ ഗുണങ്ങളുണ്ട്. എൻ്റെ ഒരു സെലക്റ്റീവായിട്ട് നമ്മുടെ പോത്തുംകുട്ടികളാണ് ചന്തയിൽ എടുത്തതിൽ ഏറ്റവും സെലക്റ്റീവ് ആണെന്ന് പറഞ്ഞു തൊട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ 3 എണ്ണം കണ്ടതിൽ. എന്താ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല എഗരം പെട്ടെന്ന് കയറി അങ്ങോട്ട് നന്നാവും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇതേ നിൽക്കണം കേട്ടോ നമ്മുടെ പോത്തുംകുട്ടികൾ. അപ്പോൾ നമ്മളെ ആൾക്കാരെ കൊടുന്ന് തൊഴുത്തിൽ കെട്ടി. അപ്പോൾ അതേ നമ്മുടെ 175 കിലോയുള്ള ഈ വലിയ പോത്തില്ലേ, നമ്മുടെ കയ്യിൽ കുതിരാനിന്ന് 175 എടുത്തപ്പോൾ ഏകദേശം 300 കിലോൻ്റെ റേഞ്ചിലായി നിൽക്കുന്ന ഈ പോത്തുംകുട്ടിയുടെ റേഞ്ചിലുണ്ട് കേട്ടോ നമ്മൾ കൊടുന്ന പോത്ത്. ഏകദേശം അവനേക്കാളും കാൽപ്പൊക്കം കാര്യങ്ങളൊക്കെ ഒരു പൊടിക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ മൊത്തത്തിൽ വലിയ പോത്തുന്ന, എന്നാലും ഒരു ലേശം അവനേക്കാളൊരു പൊടിക്കും കൂടി വലുപ്പത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതായത് നമ്മുടെ പോത്തുംകുട്ടി 170 റേഞ്ചിലാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇവർ കൊണ്ടുവരുമ്പോൾ തന്നെ ഏകദേശം ഒരു 230-250 ഇടയിൽ ലൈവ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിൻ്റേതായ മാറ്റങ്ങളും വലിപ്പങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചെറിയ പോത്തുംകുട്ടിയാണ്. ചെറിയ പോത്തുകുട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായം കൊണ്ടില്ല നമ്മളിപ്പോൾ ചന്തയിൽ നിന്ന് എടുത്ത പോത്തുങ്ങൾ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ പോത്തുങ്ങൾ? അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഇതിപ്പോൾ കാണുന്നത് സൈഡിൽ നിൽക്കണ നമ്മുടെ ഫാമിൽ നിന്ന് കൊടുന്ന ഗ്രഹിണിയുള്ളതായിരുന്നു. അവൻ്റെ ക്ഷീണമൊക്കെ മാറി വന്നു തുടങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ നല്ല കഴുത്ത് നീട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് ചന്തകളിലൊക്കെ ഞാൻ ഫെബ്രുവരി തൊട്ട് തന്നെ ചന്തകളിൽ കയറുമ്പോൾ എന്തായിരുന്നു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോത്തുകുട്ടികൾക്ക് തീ പിടിച്ച വിലയായിരുന്നു. പക്ഷേ നമ്മുടെ ഫാമിൽ നിന്ന് എടുത്ത പോത്തുകുട്ടികളൊക്കെ വളർച്ച കാണിച്ചു തുടങ്ങി കേട്ടോ. അതായത് കൊടുക്കുന്ന തീറ്റ സഡൻ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു 1-1.25 മാസം ഏകദേശം ഒരു 5-6 ആഴ്ച കൈത്തീറ്റ ഒരു നേരം കൊടുത്തു തുടങ്ങുമ്പോൾ തന്നെ നല്ല രീതിയിൽ മാറ്റം കാണിച്ചു വരുന്നത്. നല്ല ബാക്കൊക്കെ വന്നാണോ. മറ്റൊരു ഇതിനേക്കാളും കുറച്ചും കൂടി വേഗമാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മാതിരി വെള്ളം, പുല്ല്, പിന്നെ നമ്മളിപ്പോൾ തന്നെ മറ്റേത് കയ്യിൽ വലിയ പോത്തുകളുണ്ടായിരുന്ന കാരണം ഈ കൊടുന്ന കുട്ടികൾ തീരെ ശ്രദ്ധിച്ചിരുന്നില്ല. ഗൃഹിണിയുടെ മരുന്ന് പോലും നമ്മൾ കൊടുത്തിരുന്നില്ല. അപ്പോൾ നമ്മൾ 3 മാസം കഴിഞ്ഞിട്ടാണ് ഇവരെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് തുടങ്ങിയതും ഇപ്പോൾ 1.25 മാസമായിട്ട് തീറ്റ കൊടുത്തു തുടങ്ങിയതും. അപ്പോൾ തന്നെ ഒരു മാറ്റം കാണിച്ചു തുടങ്ങി. ചന്തയിൽ നിന്ന് കൊടുന്ന പോത്ത് നമുക്ക് കറക്റ്റ് സമയമാണ്. ഇനിയിപ്പോൾ 6 എണ്ണമായി, ഒരു 3-4 എണ്ണം കൂടി ദൈവം സഹായിച്ച് നമുക്ക് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മുടെ വലിയ പോത്തുംകുട്ടികൾ എങ്ങനെയുണ്ട് ഫ്രെയിം എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് കമൻ്റ് ഇടുക. ഞാൻ പറയുന്നു 230-250 കിലോനും ഇടയിൽ ഏകദേശം നമുക്കൊരു 33-35 ഇടയിൽ വില വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചോ. അപ്പോൾ ഇനി വരെ നമ്മൾ തൊഴുത്തിൽ കയറ്റി നമ്മൾ വെള്ളിയാഴ്ച ദിവസം നമുക്ക് ആരെയും പുറത്തേക്ക് ഇറക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇവിടെ 2-3 ചാക്ക് കായത്തൊലിക്ക് ഉണ്ടായിരുന്നു. അതും പച്ചപ്പൂലും കൊണ്ട് ഇട്ട് കൊടുത്തു. കൈത്തീറ്റ എടുത്ത് തുടങ്ങിയിട്ടില്ല കേട്ടോ. പക്ഷേ കേട്ടോ ഇവർ നല്ല രീതിയിൽ റിസൾട്ട് കാണിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ റേഞ്ചിലുള്ള ഒരു 3-4-5 എണ്ണം ഇപ്പോൾ ഈ ഒരു പോത്തിനെയൊക്കെ നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? അപ്പോൾ ഏകദേശം നമ്മളൊരു 35 രൂപ കണക്ക് കൂട്ടിക്കൊന്നുള്ളൂ. 35 രൂപ നമുക്ക് ഈ ഒരു പോത്തിന് വില വന്നിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 230-250 കിലോൻ്റെ റേഞ്ചിൽ വില വന്നിട്ടുണ്ട്. 230 കിലോൻ്റെ റേഞ്ചിലുള്ള അല്ലെങ്കിൽ ഒരു 230-250 ഇടയിലും വില ലൈവ് തൂക്കമുള്ള പോത്ത് നമുക്കൊരു 35 രൂപ വില വന്നിട്ടുണ്ട്. ഇനിയൊരു 10-20 രൂപ നമുക്കിതുമ്പോൾ ചിലവാണെങ്കിൽ 55-55 രൂപ നമുക്കിതുമ്പോൾ ചിലവായി എല്ലാം അടക്കം. നമ്മളിപ്പോൾ ഒരു 8 മാസം നോക്കണം. പക്ഷേ നമുക്ക് വൃത്തിയായിട്ട് നോക്കലും കാര്യങ്ങളൊക്കെ ഒരു നേരം കൈത്തീറ്റൊക്കെ വൃത്തിയായിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു 1 ലക്ഷത്തിന് മേലെ പണിയെടുക്കുന്ന കാശ് നമുക്ക് ലാഭമല്ല. പണിയെടുക്കുന്ന കാശ് കിട്ടാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അവനെ തീരെ ഇഷ്ടമായിട്ടില്ല നമ്മുടെ വലിയവന്. അപ്പോൾ അങ്ങനെ നമ്മുടെ 6 ആൾ ഈ പ്രാവശ്യം ദിവസം അയച്ച് യോഗ ഉണ്ടെങ്കിൽ നമ്മുടെ തൊഴുത്തിലെ എല്ലാ കള്ളികളിലും പോത്തുണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ 6 ആളെ നിരത്തി നിർത്തി. ഫസ്റ്റ് നിൽക്കുന്നവനാണ് കേട്ടോ നമുക്ക്
ഗൃഹിണിയുടെ സംഭവം അവൻ വളർച്ച കാണിച്ച് തുടങ്ങി കേട്ടോ. ഇനി നമ്മൾ അയോർമേറ്റിൻ്റെ നിയോമാക്ക് ഇതാണ് വാങ്ങിച്ച് വെച്ചാണ് വരം മരുന്നിനുള്ളത്. ഡോക്ടർ വന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുളമ്പ് കേടിൻ്റെ ഇഞ്ചക്ഷൻ 4 പേർക്ക് അടിച്ചു. ഇപ്പോൾ കൊടുന്നവർക്ക് മാത്രമാണ് ഇനി അടിക്കാനുള്ളൂ. നമ്മൾ കഴിഞ്ഞ തിങ്കളാഴ്ച അതായത് കഴിഞ്ഞ തിങ്കളാഴ്ച ഒരു 6 ദിവസം മുന്നേ നമ്മുടെ കയ്യിലുള്ള കുതിരാനിൽ നിന്ന് കൊടുന്ന എല്ലാവർക്കും കുളമ്പ് കേടിൻ്റെ ഇഞ്ചക്ഷൻ അടിച്ചിരുന്നു. കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മുടെ കുതിരാനിൽ റിജേട്ട അടിച്ചിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു 4 മാസം ആയില്ലോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു പ്രാവശ്യം കൂടി അടിച്ചു മൃഗാശുപത്രിയിൽ നിന്ന്. എല്ലാവരും കുളമ്പ് കേടിൻ്റെ ഇഞ്ചക്ഷൻ മൃഗാശുപത്രിയിൽ പോയിട്ട് ചെയ്യിപ്പിക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ അത് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് കുളമ്പ് കേടിൻ്റെ ഇഞ്ചക്ഷൻ അടിച്ചു കഴിഞ്ഞാൽ ഞൊണ്ടിപ്പനിയും കുളമ്പ് കേടിൻ്റെ വേറൊരു വകഭേദം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചെറിയൊരു ഇതാണ്. അത്രയ്ക്കില്ലെങ്കിലും അതിൻ്റെ ഒരു രീതിയിൽ തന്നെ വരാം. നല്ല അസ്വസ്ഥതകളുണ്ടാവാം. പെട്ടെന്ന് പരക്കുന്ന ഒരു അസുഖമാണ്. അതും നമ്മുടെ പോത്തുകുട്ടികളുടെ വളർച്ചയെ ബാധിക്കും. ഈ കുളമ്പ് കേടിൻ്റെ ഇഞ്ചക്ഷൻ അടിക്കുകയാണെങ്കിൽ ഈ ഞൊണ്ടിപ്പനിക്കും ഒരു ചെറിയ സാധ്യത കുറവുകളുണ്ട്. രണ്ടിൻ്റെയും വൈറസ് ഒന്നായതുകൊണ്ട് ആണെന്ന് ഡോക്ടർ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മൃഗാശുപത്രിയിൽ പോയി അന്വേഷിച്ച് ക്ഷീണം മാറിയതിന്